കുസും സൗരോർജ്ജ പമ്പ് പദ്ധതിയിൽ അനേർട്ട് മുഖേന നടന്നത് ആസൂത്രിത അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. അനേർട്ടിലെ നിയമനങ്ങളാണ് അഴിമതിക്ക് കളമൊരുക്കുന്നത്. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും വിഷയത്തിൽ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. അനർട്ടിൽ നടക്കുന്ന നിയമനങ്ങൾ മുതൽ വിവിധ പദ്ധതികൾ വഴി അനർട്ട് നടത്തുന്ന അഴിമതിയടക്കം എണ്ണിപ്പറഞ്ഞായിരുന്നു രമേശ് ചെന്നിത്തല ഇന്ന് പ്രതികരിച്ചത്. അഴിമതി ആസൂത്രിതമെന്ന് ആവർത്തിച്ച ചെന്നിത്തല അനർട്ടിലെ ടെൻഡർ നടപടികളിൽ EY പോലെയുള്ള സ്വകാര്യ കൺസൾട്ടന്റുമാർ പങ്കെടുക്കുന്നതിനെയും അതിന് വഴിയൊരുക്കുന്ന നിയമനങ്ങളെക്കുറിച്ചും ആരോപണമുയർത്തി. അനർട്ടിൽ നടക്കുന്ന നിയമനങ്ങൾ തന്നെയാണ് ഇതിന്റെ അഴിമതിക്കുള്ള ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നു. അനർട്ടിന്റെ CEO ആയ നരേന്ദ്രനാഥ് വെലൂരി തന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിരുന്ന വിനയ P എന്ന താൽക്കാലിക ജീവനക്കാരനെ കോൺട്രാക്റ്റുള്ള EY വൻ ശമ്പളത്തിൽ നിയമിക്കുക മാത്രമല്ല, തൊട്ടടുത്ത ദിവസം തന്നെ അനർട്ടിലേക്ക് തിരിച്ച് ഡെപ്യൂട്ടേഷൻ അയക്കുക. ഇതോടെ EYക്ക് എങ്ങനെയാണ് കൺസൾട്ടൻസി കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണ്. അനർട്ടിന്റെ അഴിമതി സൗരോർജ്ജ പദ്ധതി കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. വിവിധ പദ്ധതികൾക്ക് തോന്നും പോലെ നിരക്കിടാക്കിക്കൊണ്ടാണ് ഇവർ പദ്ധതികൾ നടപ്പാക്കിയിരിക്കുന്നതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതി വഴിയും അനർട്ട് നടത്തിയത് ലക്ഷങ്ങളുടെ അഴിമതി എന്നാണ് ആരോപണം. വിഷയത്തിൽ സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ അനർട്ടിന്റെ എല്ലാ ഇടപാടുകളും ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ടോ ഒരു ഫോറൻസിക് ഏജൻസിയെ കൊണ്ട് ഒരു ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കണമെന്നുള്ളതാണ്. വൈദ്യുതി മന്ത്രിക്ക് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. CEOയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മന്ത്രിയുടേതെന്നും വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല എന്നാണെങ്കിൽ മന്ത്രി രാജിവെച്ചു പോകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.